ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ദർഗയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഓണർ തന്നെ ഞങ്ങൾക്ക് ഒരു പച്ചചുബട്ട ആളെ ഏർപ്പാടാക്കി തന്നു. ഇവർക്ക് അതിനൊക്കെ ഓരോ കമ്മീഷൻ ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ കടകളും കാര്യങ്ങളൊക്കെ സജീവമായിക്കണോ, എന്താ തിരക്ക്. പച്ചചുബട്ട ആൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ദർഗയുടെ ഉള്ളിൽ, ആ മക്ബറയുടെ ഉള്ളിൽ നമുക്ക് കുറേ സമയം നിൽക്കാം. ഈ പച്ച ജുബട്ട ആൾ നമ്മളുടെ ഒരു കെയറായിട്ട്, സ്പോൺസറായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാമെന്നാണ്. അവർക്ക് അതിനുള്ള പൈസ കൊടുക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പച്ച ജുബട്ട ആൾക്കാർക്കുള്ള പ്രത്യേകത അതാണ്. ഇവർ തമ്മിൽ തർക്കാം കേട്ടോ. ഞങ്ങളെ കൊണ്ടുപോണേ, ഞാനാണ് കൊണ്ടുപോണേ എന്നിട്ടൊക്കെ. എന്തായാലും ഹോട്ടലുകാരൻ ഏർപ്പാടാക്കിയ ആളുടെ കൂടെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ ഓരോരുത്ത് അഴിച്ചു കൊടുക്കണം, അതിനൊരു 10 രൂപ. അങ്ങനെ എല്ലാത്തിനും പൈസയാണ് കേട്ടോ. പിന്നെ ഈ പള്ളിയുടെ അകാണ് കാണുന്നത്. ഇതുണ്ടോ, ഇതാണ് അജ്മീർ ചെമ്പ്, അതിൻ്റെ അടുപ്പാണത് കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പള്ളികളുണ്ട്. ഇത് ഹൗളാണ്, ഉളു ഉണ്ടാക്കേണ്ട സ്ഥലം. എത്രയോ പേര് ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറി. ചുറ്റും എല്ലാ ഭാഗത്തു കൂടിയും പോലീസുമാരുണ്ട് കേട്ടോ. അതുണ്ട്, അതൊക്കെ പോലീസുമാർ ഇരിക്കുന്നതാണ്. കാരണം എവിടെയും ഒരു കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പക്ഷേ തട്ടിപ്പ് നല്ലോണം ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലാണെന്ന് മാത്രം. പിന്നെ ഇവിടുത്തെയൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരു വ്യത്യസ്ത രീതിയിലാണ്. വാതിൽമ തൊട്ട് ഉമ്മ വെക്കണു. പിന്നെ ഇതുണ്ടോ, കൊട്ടയിൽ തുണികളും പൂക്കളും ചരടും അതൊക്കെ വെച്ചിട്ട് ആ ദർഗയുടെ മുകളിൽ കൊണ്ടുപോയിടണു. കൊണ്ടുപോകണു. ഇതൊക്കെ ഓരോരോ ആചാരങ്ങൾ കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇത് വേറൊരു ഇതന്നെ കണ്ടോ, ഇത് കഞ്ഞി വെക്കണ ചെമ്പ്, അജ്മീർ ചെമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഈ സംഭവം. കണ്ടോ, ഇതിൻ്റെ വലിപ്പം കാണിച്ചു തരാം. കണ്ടില്ലേ, അത്രയും വലുതാണ്. ഇതിലാണ് കഞ്ഞി വെക്കുന്നത്. ഇതിലില്ലാത്ത പൈസകളില്ല കേട്ടോ. എത്രങ്ങാനും 500ൻ്റെ കെട്ടുകളാണ്, എത്രങ്ങാനും പൈസകളാണിത്. ഓരോരുത്തരും നേർച്ചിട്ട് ഇടുന്ന പൈസയാണ് അത് തോന്നുന്നു. പിന്നെ മയിൽപ്പീലി കൊണ്ട് തലോടലും തടവലും, അതിന് വേറെ പൈസ, അത് വേറൊരു ആചാരം. പല നാട്ടിൽ നിന്നും പല ആളുകളും, പല ദേശവും പല ഭാഷയും എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇത് ക്യൂ നിൽക്കുക. ഇത് മക്ബറയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഇതിൽ കൂടെയാണ് കയറുക. ഞങ്ങളെ ആ പച്ച ചുബട്ട ആൾ ബാക്കിൽ കൂടെ പെട്ടെന്ന് മക്ബറയ്ക്ക് കയറ്റി, ദർഗയുടെ ഉള്ളിൽ കയറ്റി. ഇത് ദർഗയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ ആചാരങ്ങളെന്ന് അതിൽപ്പെട്ട ആചാരമാണ് ഈ ചുവന്ന ചരട് ഓരോ ഭാഗത്തും ഇങ്ങനെ കെട്ടുക. എന്നാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും എന്നാണ് ഇവിടെയൊക്കെ പറയണ ഓരോ വിശ്വാസങ്ങൾ. അല്ലാഹു അലം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പള്ളികൾ വേറെയുണ്ട്. കാരണം ഈ മഹാൻ്റെ ഭാര്യ, ഇവിടെ കിടക്കുന്ന മഹാൻ്റെ ഭാര്യയുടെ ദർഗ, മകൻ്റെ ദർഗ, വാപ്പാട് ദർഗ, ഉമ്മാടെ ദർഗ, അങ്ങനെ ഒരുപാട് പള്ളികൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ ഭാഗത്ത് ഓരോരോ ആളുകൾ അലറി വിളിച്ച് കരയണു, നിലത്ത് ഉരുണ്ട് ഇതാവണു. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അല്ലാഹു അലം. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കുക, തിരി കത്തിക്കുക, വിളക്ക് കത്തിക്കുക, അത് വേറൊരു ആചാരം. അതിലൊക്കെ ഓരോരോ കാര്യങ്ങൾ നടക്കും എന്നാണ് ഇവരൊക്കെ പറയണത്. പിന്നെ അവിടുന്ന് അങ്ങനെ പോയാൽ ഇതുണ്ടോ, ചരട് കെട്ടണ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ ചുവന്ന നൂലിങ്ങനെ കിട്ടുക, മനസ്സിലത്തെ ആഗ്രഹം വെച്ചിട്ട്. അപ്പം അത് സഫലമാവുന്നതാണ്. ഇതുണ്ടോ, ഇതൊക്കെ വേറെ പള്ളി. ഓരോ ഭാഗത്ത് ഓരോരോ പള്ളികളാണ്. അതിൽ ഇന്ന ആളുടെ മക്ബറ എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ എല്ലായിടത്തും നോക്കിയാലും പള്ളികളും റോസാപ്പൂ കൊട്ട, ഈ ഓരോ കൊട്ട വാങ്ങിയിട്ട് ആ ദർഗയുടെ ഉള്ളിൽ പോയിട്ട് മക്ബറയുടെ മുകളിൽ വിതറുക. അതാണ് ആചാരം അനുഷ്ഠാനമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വള, മാല, എല്ലാ സംഭവങ്ങളും അത് വേറെ ഉണ്ട്. ഇതൊക്കെ ഓരോ കബറുകൾ കേട്ടോ. ആരുടെ കബറാന്ന് അല്ലാഹു അലം. പിന്നെ ഈ മനുഷ്യനിത് എവിടേക്കോ ഓടുന്നുണ്ട്. എങ്ങോട്ടാണ് ഓടണതെന്ന് എനിക്കറിയണില്ല. ഞാനാണെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുക്കണം. തലങ്ങും വിലങ്ങും പോലീസുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഉടായ്പൊന്നും നടക്കില്ല. പക്ഷേ ഈ പച്ച ചുബട്ട ആളുകാരെ നല്ലോണം പറ്റിക്കുന്നുണ്ട്. ഓരോ കാര്യം പറഞ്ഞിട്ട് പൈസ വാങ്ങണു,
ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഓർക്കും ഓരോ ബിസിനസ്, അവരുടെ ഓരോ ബിസിനസ് അല്ല. അപ്പം എന്താ ഇതിൽ പറയാമെന്ന് എനിക്കറിയുന്നില്ല. എന്താണെങ്കിലും ശരി, ഞാൻ കാര്യമായിട്ട് എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. ഇതുണ്ടത് വനിതാ പോലീസാണ്. ഓരോ ഭാഗത്ത് പോലീസുമാരുണ്ട്, വനിതാ പോലീസുമാരുണ്ട്. പ്രൊട്ടക്ഷൻ നല്ലോണം ഉണ്ട്. അതിനിരട്ടി തട്ടിപ്പുണ്ട്, ഉടായ്പുണ്ട്. വൃത്തിയില്ലാത്തൊരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അജ്മീരക്കാരം ഏറ്റവും വൃത്തികെട്ട സ്ഥലമാണ് അജ്മീർ. ഞാൻ ശരിക്കും പറയുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും. ഈ പച്ചചുപ്പട്ട ആളുകൾ കണ്ടില്ലേ, ഇവരാണ് അതിൻ്റെ എല്ലാ നടത്തിപ്പുകാരെ അല്ലെ ഏജൻറ്റ് എങ്ങനെ വേണമെങ്കിലും പറയാട്ടോ. പിന്നെ എത്ര ആളുകളിരുന്നാൽ അവർ ഓരോന്ന് പറഞ്ഞ് പൈസ തട്ടി എടുക്കണേന്നറിയും. ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് ഇവിടെ ടയേർഡായി സ്റ്റെപ്പുമ്പോൾ ഇരിക്കട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നേരെ മുന്നിലുണ്ട് ബീവിയോങ്കി ദർഗ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാ കാജ ഗരീബ് കാണുന്നുണ്ടോ? അപ്പോൾ അതൊരു ദർഗ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുണ്ടോ, അതൊരു പള്ളി. അതിൻ്റെ അപ്പുറത്ത് വളമാല. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് ഇരിക്കണിട്ട് എൻ്റെ വിഷ ചീത്താണ് കേട്ടോ. ആളുകൾ നടക്കുന്ന സ്ഥലമല്ലേ എഴുന്നേക്ക് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടയേർഡായിടോ. പിന്നെ എന്തുണ്ടോ, പള്ളിയുടെ മീനാരാണ് ഞങ്ങളുടെ ഒപ്പം നിന്ന പച്ചചുപ്പട്ട ആളാണത്. പിന്നെ അയാളങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, അവിടെ അതാണ് ഇവിടെ ഇതാണെന്നൊക്കെ. ഇതൊക്കെ കണ്ടോ ഉളു കൊടുക്കുന്ന സ്ഥലങ്ങൾ. ഹൗലല്ലാണ്ട് വേറെയും സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ വാതിലിൻ്റെ അവിടെയൊക്കെ കണ്ടു ചുവന്ന നൂലുകൊണ്ട് കെട്ടിക്കണത്. ഇതൊക്കെ ഓരോരോ വിശ്വാസങ്ങളാണ്. അങ്ങനെ എന്താണെന്നറിയുക, അങ്ങനെ കെട്ടിയാൽ നമ്മുടെ ആഗ്രഹം നടക്കും, അങ്ങനെയാണ് വിശ്വാസം. പിന്നെ ഈ പൂവിൻ്റെ കൊട്ട എല്ലായിടത്തും കൂടി പൂക്കൊട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട്. റോസാപ്പൂ ഇവിടുത്തെ ഈ മഹാന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ്. അത് കാരണം എല്ലാ സ്ഥലത്തു കൂടിയും കൊട്ടയിൽ പൂവുണ്ടാവും. ആ പൂ വാങ്ങിയിട്ട് ദർഗയുടെ മുകളിൽ കൂടെ വിതറുക. അങ്ങനെ ഈ പെട്ടികൾ കൊണ്ടുപോകണം കണ്ടോ. ഇതുകൊണ്ട് വൈകുന്നേരത്ത് ഇനിയിപ്പോൾ ഒരു കൊട്ടുംപാട്ടും വരാണ്ട്, മയിൽപ്പീലി കൊണ്ടൊന്ന് വരാണ്ട്. അങ്ങനെ പല പല വിധത്തിലാണ്, പല ആചാരങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മഹാൻ്റെ പേര് പറഞ്ഞിട്ട് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പാണ് കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് വേറൊരു ചെമ്പ്, ഇതാണ് പായസ ചെമ്പ്. അജ്മീറിൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് കഞ്ഞി വെക്കുന്നതാണെങ്കിൽ ഇത് പായസ ചെമ്പ്. ഈ ഏത് ചെമ്പിലാണെങ്കിലും പൈസൻ്റെ കെട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് എഴുതി വാങ്ങാനുള്ള വച്ചചുബട്ട ആളുകൾ വേറെയുണ്ട്. പിന്നെ കെട്ട് കണക്കിന് പൈസയെങ്കിൽ അവരത് റെസീറ്റ് ആക്കിയിട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെമ്പിലേക്ക് ഇടുക. നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സഫലമാവുമെന്നാണ് വിശ്വാസം, ഇവിടുത്തെ വിശ്വാസം. കണ്ടല്ലോ ചെമ്പൊക്കെ കണ്ടല്ലോ, വലിയ ചെമ്പാണ് കേട്ടോ. 2 ചെമ്പും വലിയ ചെമ്പാണ്. പെട്ടെന്നാണ് ഒരു നിമിഷം കൊണ്ടാണ് ഇവിടെ ആളുകൾ കൂടിയത്. അത് കണ്ടില്ലേ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനിയിപ്പോൾ എനിക്കൊരു പർദ്ദ എടുക്കണം, ഫുഡ് കഴിക്കണം. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. തൊട്ടടുത്ത് തന്നെ കേട്ടോ റൂമൊക്കെ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നാക്കി. പർദ്ദ എടുത്തിട്ട് ഫുഡ് കഴിക്കാമെന്നാക്കി. ഒരു പർദ്ദ എടുത്തു, അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ലൊരു വൃത്തിയുള്ള ഹോട്ടലാണ്. പക്ഷേ എന്തോ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും കാര്യമായിട്ട് പറ്റണില്ല. പക്ഷെ എന്തായാലും കൈ കഴുകിയിരിക്കുന്നുണ്ട്. ഓർഡർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചോറും മട്ടൻ മസാലയും. കാണാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് ഫുഡ് ഓർഡർ പറഞ്ഞാലും ആദ്യം കിട്ടും എന്ത്, വലിയ ഉള്ളിയും നാരങ്ങയും. അതാണ് ശരിക്കും എൻ്റെ ഫേവറേറ്റ് ഇവിടെ. അത് കൂട്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കണത് കേട്ടോ. അതുണ്ടാവുകൊണ്ട് ചോറായിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഞാൻ കഴിക്കുള്ളൂ. പിന്നെ അടിപൊളി ഗ്രേവി കേട്ടോ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഒന്നും പറയല്ല, അത്ര ടേസ്റ്റ് ഉണ്ട് ഗ്രേവി. പിന്നെ പക്ഷെ ഞാൻ മട്ടനൊന്നും കഴിച്ചില്ല. എന്തോ എനിക്ക് തൃപ്തി തോന്നണില്ല, അറിയില്ല. എന്തായാലും ഈ മസാല കൂട്ടിയിട്ട് ചോറൊക്കെ ഞാൻ കഴിച്ചു. പീസ് കണ്ടില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്താണോ ഇറച്ചിപ്പൂതിയാണോന്നൊന്നും വിചാരിക്കല്ലോ കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ പർദ്ദയുടെ വില പേശി അവസാനം 400 കൊടുക്കേണ്ടി വന്നു. ഭയങ്കര വിഷമമായി എനിക്ക്. 400 300 കൊടുക്കേണ്ടി വന്നു. ഭയങ്കര വിഷമമായി എനിക്ക്. 800 900 പറഞ്ഞതാണ്. പിന്നെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഓരോ കടയിൽ നിന്നും ഇങ്ങനെ നോക്കി അവസാനം 2 മൈലാഞ്ചി കോൺ വാങ്ങി. ഇതിന് 10 രൂപയുള്ളൂ. അച്ഛന് ഭയങ്കര ഇഷ്ടം കേട്ടോ മോതിരം. അപ്പോൾ എനിക്കൊരു മോതിരം എടുക്കാൻ വിചാരിച്ച് 10 രൂപയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാൻ എന്താ പറയുക, വെതുമ്പിന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാമെന്നറിയാം. ധൃതി കൂട്ടിയോണ്ട് അതിൻ്റെ ഇരുന്ന് വീടും പൊട്ടി. എന്താ തിരക്കില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഇരുന്നു എന്നറിയണത്, നടന്നു പുറത്തു കൂടെ. ഒന്നും കൂടെ ദർഗയിൽ പോയിട്ട് ഒന്നുകൂടി സന്ദർശിച്ചിട്ട് ഇന്ന് വൈകുന്നേരമുള്ള ബസ്സിൽ ഞങ്ങൾ തിരിച്ച് ഡൽഹിക്ക് തന്നെ പോവും. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ ഉടമ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
ഫോട്ടോ മാം പ്ലീസ്, ഫോട്ടോ സാർ പ്ലീസ് എന്നിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഓരോ ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് ഇവിടെയാണ് ഫോട്ടോ കഴുകുന്നത്. ആ ഫോട്ടോ നമുക്ക് കയ്യോടെ തരാൻ. എൻ്റെ ഉഷിനിവിടെ മുല്ലപ്പൂ കൊണ്ട് ഏറ് കിട്ടിയ പോലെയാണ്. ഈ സ്ത്രീകളൊക്കെ നടുക്ക നിൽക്കുമ്പോഴേ എനിക്കതാ തോന്നുന്നത് കേട്ടോ. അല്ലാ, ആ മനുഷ്യൻ കേട്ട് എന്നെ തല്ലി കൊല്ലും. എല്ലായിടത്തും ഉണ്ട് കൊട്ടയിൽ പൂവ്. എന്തായാലും ഉഷ അവിടെ ഫോട്ടോന് അവരുടെ കൂടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ ഈ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. കണ്ടോ, പച്ചട്ടവരൊക്കെ രാത്രിയാണ് സംഭവം. എല്ലാ ഭാഗത്തും ഉണ്ട്, കൊട്ടയിൽ പൂവ് നിറച്ച് വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്തായാലും ഞങ്ങൾ ദർഗയിൽ കയറി അവിടുന്ന് ഓരോരുത്തർ കണ്ടോ പൂ വാങ്ങണു പോണു. പിന്നെ ഈ രാത്രി ആയതുകൊണ്ട് ഈ പച്ച ജുബട്ടവരുടെ ഇനി കസിനാണോ വൈഫാണോ പെങ്ങളാണോ അറിയില്ല, അങ്ങനെ ചുരിദാറിട്ട് സ്ത്രീകളെയും കണ്ടു കേട്ടോ ഞാനിവിടെ. ആരാണെങ്കിലും ശരി, ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരുപാട് നേരം സമയം ഇവർക്ക് നിൽക്കാൻ പറ്റും എന്നാണ്. പിന്നെ ഇവർ ആരെയാണോ ഇപ്പം ഞങ്ങളെ ഒപ്പമുള്ള ആൾക്ക് ഞങ്ങൾ ഇത്ര പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പൈസ കൊടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യണത്, ദർഗയുടെ ഉള്ളിൽ കുറേ സമയം നമുക്ക് നിൽക്കാൻ അനുവദിക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ബിസിനസ്സാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മഹാന്മാരെ കബറും വെച്ചിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെറും തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ ആർക്കണു, കൂക്കണു, നിലവിളിക്കണു, കടന്ന് മറിയണു. ഇതൊക്കെ എന്തിന്, ആരെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവം അറിയില്ല. പിന്നെ എന്താ പറയുക, കമ്പിമ്മയൊക്കെ തലയിടിച്ചിട്ടൊക്കെ കരയണുണ്ട്. എന്തായാലും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫാന് വാങ്ങിട്ടോ, 50 രൂപ കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ കാഴ്ചകളും ഞാനിതൊക്കെ എനിക്ക് കാണുമ്പോൾ എന്താ പറയുക, അത്ഭുതം തോന്നുന്നു കേട്ടോ. കാരണം ഞാനിവിടെ ആദ്യമായിട്ട് വരുമെന്നല്ല കേട്ടോ, ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്കിങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നില്ല, ഫോട്ടോസൊക്കെ എടുക്കുക എന്നല്ലാണ്ട്. പിന്നെ ഇവിടെ നിശബ്ദമായ പ്രാർത്ഥനയാണ്. എന്തോ ഒരു ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഗ്‌രിബിയുടെ സമയമായതുകൊണ്ടാണ് തോന്നുന്നു, കാര്യപ്പെട്ട് എന്തോ ഒരു ദുആ ചൊല്ലുന്നുണ്ട്. എല്ലാവരും ആമിയെടുത്ത് നിശബ്ദരായിട്ട് ആമി എടുക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ എന്ത് തിരക്ക്, രാത്രിക്കാടോ നല്ല തിരക്ക്, എന്തോരു തിരക്ക്. പകലിനേക്കാളും തിരക്ക് രാത്രിയിലാണ്. രാത്രിയിൽ പിന്നെ ആരൊക്കെയോ പ്രമുഖരൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇതുണ്ടോ, മക്ബറയുടെ ഫ്രണ്ടാണത് കേട്ടോ, ദർഗയുടെ ഫ്രണ്ട്, മക്ബറയുടെ അല്ല, ദർഗയുടെ ഫ്രണ്ടാണത്. പിന്നെ എന്തായാലും ഞങ്ങളൊന്നും കൂടെ ദർഗയുടെ ഉള്ളിലേക്ക് കയറി. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, സലാം പറഞ്ഞ് ഇറങ്ങി എന്തായാലും. പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ, എന്താ തിരക്കെടോ. ഇത് കണ്ടോ, ഇതാണ് ഫ്രണ്ട്, സ്വർണ്ണവർണ്ണത്താൽ അലങ്കൃതമായി കാണപ്പെടുന്നു ആ ദർഗയുടെ മുൻവശം. പിന്നെ ഇവിടെ ഞങ്ങളുടെ ചെരുപ്പ് സൂക്ഷിച്ചിരുന്നേ, ചെരുപ്പ് ഇട്ടിട്ട് റബ്ബേ എന്താ ജനങ്ങൾ വരുന്ന വരവ് കാണുന്നുണ്ടോ നിങ്ങൾ. ഈ ഡ്രസ്സ് എനിക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല, വരുമ്പോഴുള്ള ഒരു കടയത്തെ ഡ്രസ്സാണിത്. കാരണം ഇതിൻ്റെ ഉച്ച എപ്പോഴും എവിടെ പോയി വന്നാലും ബേബിക്ക് കൊണ്ടും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ വാളാണ്, ആ പള്ളിയിൽ നിന്ന് വാളാണ് കൊണ്ടുപോണത്. എന്തോ തക്ബീറൊക്കെ വിളിച്ചിട്ടാണ് ആ വാള് കൊണ്ടുപോണത്. എന്തായാലും ഓരോരോ ആചാരങ്ങൾ എന്തായാലും നടക്കട്ടില്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ റൂം ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഞങ്ങളുടെ ബസ് ഇന്ന സ്ഥലത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണുന്ന പാത്രങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. ആ ഓട്ടോയിൽ ഞങ്ങളെ കൂടാതെ വേറൊരു സ്ത്രീ കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഓട്ടോക്കാരന് ലാഭം വേണ്ടേ, ഒരാളിൽ നിന്ന് 100 രൂപ വെച്ചിട്ടാണ് വാങ്ങണത്. എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബസ് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇതിൽ രാത്രി കയറിയാൽ രാവിലെ ഡൽഹിയിലെത്തും ഇൻഷാ അല്ലാ. അപ്പോൾ ബസ്സൊക്കെ കണ്ട് ഉഷിന് തൃപ്തിയായില്ല ബസ്. കാരണം വെച്ചാൽ പറ്റിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല, നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി. എന്താണ്ടോ, തന്തൂരി റൊട്ടി ലൈവായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ എനിക്ക് വൃത്തി തോന്നി. കാരണം എന്താ പറയുക, കള്ളത്തരമൊന്നും കണ്ടില്ല. പക്ഷേ ഈ കറി എനിക്കിഷ്ടപ്പെട്ടില്ല. എന്തറിയില്ല, ഇവിടുത്തെ കറികളുടെ ആ മസാലയുടെ ചൊവ്വേൻ്റെ ഇക്കാരം അറിയില്ല, എനിക്കിഷ്ടമാവണില്ല. ഇവിടുത്തെ ഉള്ളിയും പച്ചമുളകും കൂട്ടിയിട്ടാണ് ഞാൻ അധികം കഴിക്കൽ. അതാ തവ റൊട്ടിയൊക്കെ കഴിച്ച് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറിട്ടോ. ബസ്സിൻ്റെ അകമെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സീറ്റും ഒരു ഭാഗത്ത് സ്ലീപ്പറുമാണ്. വിഷു പറയുന്നുണ്ട് ഹോട്ടലുകാരൻ പറ്റിച്ചു എന്ന്. നല്ല എമൗണ്ട് വാങ്ങിയിട്ട്
തറ ബസ്സാണ് കിട്ടിയത് അറിയുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്ലീപ്പർ തന്നെയാണ്, നമ്മൾ കടന്നിട്ടാണ് പോണത്. പക്ഷേ ഈ ഒരു സൈഡിൽ മൊത്തം ഇരിക്കണവർ ലൈവായിട്ട് ഇരിക്കുകയാണ്, ഒരു മറയോ അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുഞ്ഞാറ്റക്ക് വാങ്ങിയ ചെരുപ്പാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡും വൈറ്റും. പിന്നെ മാഷാ അല്ലാ എൻ്റെ കുഞ്ഞാറ്റ എന്നാ വരികയെന്നറിയില്ല, എന്നാലും ശരി, ഇത് കണ്ടപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ബസ് നിർത്തിയിട്ടോ, ടോയ്ലറ്റിക്ക് പോകേണ്ടവർക്ക് ചായ കുടിക്കേണ്ടവർക്കൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ പേര് ടോയ്ലറ്റിൽ പോയി, ഞങ്ങൾ ഓരോ ചായ കുടിച്ചിട്ടോ. പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഒരു കട ഉണ്ട്, ഹോട്ടൽ പോലെ. അപ്പോൾ ഓരോരുത്തർ ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കണ്ടേ, എനിക്കൊന്നും വേണ്ടായിരുന്നു. ചായൻ്റെ കൂടെ കഴിക്കാൻ ഒരു ലേസ് എടുത്തു. എൻ്റെ ഉച്ചത്തിന് മുന്നേ ഒരു കൊറിയൻ സ്പൈസ് ഹോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലേസ് തന്നു. എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് ഇടുവോ. പക്ഷേ ആ ഒരു ലേസ് പിന്നീട് ഞാൻ ഇവിടെ കടയിൽ തിരഞ്ഞിട്ടും എനിക്ക് കണ്ടില്ല. എന്തായാലും അൽഹംദുലില്ലാ ഞങ്ങളെ ഡൽഹി യാത്ര തുടർന്നുകൊണ്ടിരിക്കണു. അപ്പോൾ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.